എല്ലാവർക്കും നമസ്കാരം. അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. ഇന്നിവിടെ പറയാൻ പോകുന്നത് മിഥുനരാശി ലഗ്നവും മിഥുനരാശി ചന്ദ്രനും, ചന്ദ്രലഗ്നവും ജനിച്ച സമയത്തെ ആസ്പദമാക്കി എടുക്കുന്ന ലഗ്നവും. ജനിച്ച സമയത്തെ ആസ്പദമാക്കി എന്ന് പറയുമ്പോൾ ജനിച്ച വർഷം, മാസം, തീയതി, സമയം, ജനന സ്ഥലം എന്നിവ മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുന്ന ലഗ്നം. പിന്നെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന രാശി. ഇവ രണ്ടും കൂടെ ചേർത്തിട്ടാണ് കോടീശ്വര യോഗത്തെ കണക്കാക്കേണ്ടത്. കോടീശ്വര യോഗം അല്ലെങ്കിൽ ധനയോഗം എന്ന് പറയുന്നത് ഒരു ജാതകത്തിൽ ഏത് സമയത്ത് എങ്ങനെയാണ് ഇത് കണക്കാക്കേണ്ടത്, ഏത് സമയത്ത് ഈ യോഗം നമുക്ക് വരും, ഈ പറയുന്ന ഏത് ഗ്രഹത്തിന്റെ സമയത്തായിരിക്കും വരുന്നത്. ഓരോ ദശാകാലങ്ങളുണ്ട്. വ്യാഴദശയുണ്ട്, ശുക്രദശയുണ്ട്, ശനിദശയുണ്ട്, അങ്ങനെ ഓരോ ദശാകാലങ്ങളുണ്ട്. ഏത് ദശാകാലത്തായിരിക്കും ഈ പറയുന്ന ധനാഗമ മാർഗം വരുന്നത്, ഏത് പ്രവർത്തനത്തിൽ കൂടി, ഏത് കർമ്മത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണ് ഈ പറയുന്ന